മുഖ്യമന്ത്രിയുടെ PR വർക്ക് മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള ഗവൺമെൻറ്റുകൾ PR വർക്കുകൾ കൊയ്യുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് PR വർക്കിൻ്റെ ഒരു ആവശ്യമില്ല. സാധാരണക്കാർക്ക് മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്? ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ശക്തമായിട്ടും തീപ്പാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിനിടയിൽ PR വർക്കൊക്കെ ഒരുപാട് നല്ല രീതിയിൽ കൊഴുക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ PR വർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ PR വർക്കൊന്നുമല്ല, ലാലേട്ടനൊക്കെയാണ് ഇറങ്ങി PR വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ PR വർക്കിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് എങ്ങനെയായിരിക്കും, ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ സഹായമാകും എന്നുള്ളത്, ഈ PR വർക്ക്, അതിനെക്കുറിച്ച് നമുക്ക് സാധാരണക്കാരോട് ചോദിക്കാം. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം, അല്ലെങ്കിൽ ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത്. ഇനിയും അടുത്തത് വീണ്ടും LDF സർക്കാർ തന്നെ ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുകൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, നമ്മുടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ PR വർക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രിയുടെ PR വർക്ക് മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള ഗവൺമെൻറ്റുകൾ PR വർക്കുകൾ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ മുഖ്യന്റെ PR വർക്കിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനില്ല. നമ്മളെ മാതൃഭൂമി നോക്കിക്കഴിഞ്ഞാൽ തെലങ്കാന ഗവൺമെൻറ്റിൻ്റെ അതാണ് കൂടുതലുള്ളത്. എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നയം ഇങ്ങനെയൊക്കെയാണ്, പുരോഗമനപരമായി നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത്. അപ്പോൾ ഇവിടെയും PR ഉണ്ട്. ഈ PR നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റ് രീതികളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതെന്നാണ്. ഇത് ജനങ്ങൾക്ക് അറിയാമല്ലോ. ജനങ്ങൾക്കറിയാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാ കാര്യങ്ങളും ജനങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധം വന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു നമ്മുടെ രാജ്യത്ത് ഇത് ബാധിക്കും, പശ്ചിമേഷ്യയിൽ മൊത്തം ബാധിക്കുന്നു, ലോകത്താകമാനം ബാധിക്കുന്നു. ഇതിൻ്റെ കെടുതികൾ ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുള്ള കാര്യമല്ല, ആരോഗ്യരംഗത്തുള്ള കാര്യമല്ല, എങ്കിലും കാർഷിക വ്യവസായ രംഗങ്ങളിൽ കരാറുകളും ഈ എണ്ണ ഡെവലപ്പിങ്ങും കൊണ്ട് നമ്മുടെ രാജ്യം വളരെയേറെ ക്ലേശപൂരിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ഘട്ടത്തിലേക്ക് വന്നത്. ഇതിന് പരിഹാരം പറയാൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഇവിടെ അധികാരത്തിൽ നിൽക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല. അത് UDF എന്ത് പറയാൻ കഴിയുന്നു? ഈ യുദ്ധത്തെക്കുറിച്ച് പറയാൻ കഴിയുമ്പോൾ ആരെങ്കിലും പക്ഷത്ത് നിൽക്കാനേ പറ്റും. ഇവർ തന്നെയാണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ കൊണ്ടുവന്നിട്ട് ആഗോളവൽക്കരണത്തിൻ്റെ പേരും പറഞ്ഞ് പുതിയ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നു. ഈ സാമ്പത്തിക നയങ്ങളുടെ പ്രതിഫലനമാണ് പിന്നീടുണ്ടായ സാമൂഹ്യമായ പ്രതിസന്ധി. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിലെത്തി, വർഗീയവൽക്കരണത്തിലെത്തി, രാജ്യം ജനാധിപത്യ പ്രക്രിയകളെ അട്ടിമറിക്കുന്നതിനും രാഷ്ട്രമുണ്ടാക്കുന്നതിനും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നു. അപ്പോൾ ഈ ബദലായിട്ടുള്ളൊരു സാമ്പത്തിക നയവും ഈ വർഗീയതയുടെ പ്രീണനവും ജനാധിപത്യത്തിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന ഒരു രീതിയുണ്ട്, മതമൈത്രി, മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ദേശീയ ഐക്യമില്ല, ദേശീയ ഉദ്ധരണമില്ല. ഇത് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ്? പാർലമെൻറ്റിലിരിക്കുന്നതാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിന് എന്ത് നാവുണ്ട്, എന്ത് പ്രവർത്തനമുണ്ട്, അതെന്ത് ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ അവർ ഒന്നിപ്പിച്ച് നിന്ന് പ്രവർത്തിപ്പിച്ചു എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് സാമ്പത്തിക നയമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനത്തെ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അല്ല. നമ്മൾ ഇവിടുത്തെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കേന്ദ്രത്തിനെ പറയേണ്ടത്, പ്രതിപക്ഷത്തിനെ പറയേണ്ടത്. ഇപ്പോൾ ഭരണപക്ഷത്തിലിരിക്കുന്ന ഇനിയും ഭരണത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയെക്കുറിച്ച് അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയും വരാനിരിക്കുന്ന പാർട്ടിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു നയമുണ്ട്. ആ നയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ജനങ്ങളെ ഏത് രീതിയിലാണ് ഒരു ഗവൺമെൻറ്, നമ്മുടെ ഒരു രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ കാണണം. അപ്പം നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾ കേന്ദ്രവുമായി ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വരുന്ന വിപത്തുകൾക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ്
തെറ്റായ സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. സുനാമി വന്നു, ഉരുൾപൊട്ടൽ വന്നു, പ്രളയം വന്നു, ഇതിലെല്ലാം വന്നപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ നോക്കിക്കണ്ടില്ല. ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അല്ല, കേരളത്തെ സർക്കാർ നമ്മളെ ഒരു രാജ്യത്തെ സർക്കാരിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ മതിയല്ലോ. അതുകൊണ്ട് അവർക്ക് സ്വയം ഒരു സൽഭരണം കാത്തു സൂക്ഷിക്കാൻ കഴിയും. ഇന്നത്തെ സാമ്പത്തിക ഘടനയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഒരുപാട് കരാറുകൾ, അമേരിക്കയുടെ തന്നെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പലതും പഠിച്ചുകൊണ്ട് വന്ന് ഇവിടെ പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അതെല്ലാം വിജയിച്ചോ എന്നുള്ളതാണ്. പൂർണ്ണമായും വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഈ സംസ്ഥാനത്തിൽ ഒരു നവ കേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഇവിടെ വ്യവസായ അന്തരീക്ഷം നിലനിർത്തി മതങ്ങൾ തമ്മിലുള്ള പോരാട്ടം കൊണ്ട് കലാപങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ജനങ്ങളെ ശത്രുതാപരമായി പരസ്പരം കലാപത്തിനോ കൊലപാതകങ്ങൾക്കോ അട്ടിമറി പ്രവർത്തനങ്ങൾക്കോ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെ നടന്നില്ല. അല്ല, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം കൊണ്ട് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കണം ഇവിടെ സമാധാനമായിട്ട് ആളുകൾ ജീവിക്കാൻ കഴിയുന്നു. ഇന്നലത്തെ ഒരു വിഷയം ദാരിദ്ര്യവും ഇവിടെ ഇല്ല. പട്ടിണി മരണങ്ങൾക്കില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ ഇന്ന് ആളുകൾ അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥര എന്തെന്ന് പറഞ്ഞാൽ അവർ ജീവിത രീതി നമ്മളെല്ലാം കൊണ്ട് സമ്പന്നരാണെന്ന് പറയുമ്പോൾ കേന്ദ്രം വിചാരിക്കും ഇനി ഇവർക്ക് ഔദാര്യത്തിന്റെ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ മാറുന്നത്. അവരുടെ സാമ്പത്തിക നയമെന്ന് പറയുന്നത് കോർപ്പറേറ്റ് വൽക്കരണം മാത്രമാണ്. പൊതുമേഖലയെ വിറ്റഴിക്കുക, സ്വകാര്യ മേഖലയ്ക്ക് നീറെടുക്കുക. ഭരണം ഇപ്പോൾ കോർപ്പറേഷനിൽ കിട്ടിയപ്പോൾ തന്നെ 3 ദിവസം കൊണ്ട് ചീമിട്ട പോലെ തകർന്നങ്ങ് പോയി. ഒരു ഇതുണ്ട്, മാലിന്യങ്ങളെ സംസ്കരിക്കാൻ പോലും അവർക്ക് അറിയുന്നു. ഇനി നാളെയും എന്ത് ചെയ്യാൻ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ജനങ്ങൾ പറയുന്നത് നല്ല കോർപ്പറേഷൻ കൊള്ളാം, കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ചതുപോലെ കയറി വരുന്നുണ്ട്. അവർക്ക് ഒരു അവസരം കൊടുത്ത് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പൊ നമ്മൾ പലതും ചോദിക്കുമ്പോൾ പറയും ഭരണത്തിൽ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനി UDF ഒരു നയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? എല്ലാം കോർപ്പറേഷൻ ആക്കണമെന്നോ അല്ല കോർപ്പറേഷൻ എല്ലാം ബോർഡാക്കണം, ബോർഡ് കമ്പനി ആക്കണം എന്ന് പറയുകയും ഇലക്ട്രിസിറ്റി ആയാലും ശരി, ട്രാൻസ്പോർട്ട് ആയാലും ശരി കമ്പനി ആക്ടിൽ കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് അവർ. ഒന്ന്. രണ്ടാമത് ഈ ബ്യൂറോക്രാറ്റിസത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ അവർ ഇന്നലെ വരെ ഭരിച്ച ഒന്നും ചെയ്തിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം പകർന്നു കൊടുത്തിട്ടില്ല. എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും ചില വെള്ളാനകളുടെ കയ്യിലും എത്തിക്കഴിഞ്ഞാൽ ഇവർ ജാതിയെയും മതത്തെയും പൗരോഹിത്യത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കല്ലാതെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും നമ്മുടെ UDF ചെയ്യാൻ ചെയ്യുന്നുള്ളൂ. അല്ല, അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ സാമ്പത്തികമായ നയങ്ങൾ എപ്പോഴും അവർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അവർ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും എതിരാണ്. അവർ പറയണം വികസന പ്രവർത്തനങ്ങൾ കാരണവശാലും വരരുത്, അവര് പ്രശ്നമാണെന്നല്ലേ. അതാണ്. പക്ഷെ ഇത് തീരുമാനിക്കേണ്ടത് ആരാണ്? തന്നല്ലോ. ജനങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞൂടെ? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. പ്രബുദ്ധരായ ജനങ്ങളാണെങ്കിലും അവർക്കറിയാം ഇവിടെ ഭരിച്ചിരുന്നപ്പോഴും കേന്ദ്രം ഭരിച്ചിരുന്നപ്പോഴും എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത് എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതിപ്പോ ഈ ചേട്ടൻ ചിരിയുന്ന എനിക്ക് കാര്യങ്ങള് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ എല്ലാരും വിശ്വസിക്കുന്നു. ഇല്ല അങ്ങനെ വിശ്വസിക്കാൻ ജനാധിപത്യമല്ലേ? ജനാധിപത്യത്തിൽ എല്ലാവരും അങ്ങനെ ഒരേപോലെ. കാരണം ചേട്ടൻ പറയുന്നതാണെങ്കിലും ഞാൻ പറയുന്നതാണെങ്കിലും എന്തും ചെന്ന് ജനങ്ങളോട് പറഞ്ഞ് അവരൊന്നും വിശ്വസിക്കത്തില്ല. പഴയതുപോലെയല്ല ജനങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ഈ പറയുന്ന ചേട്ടൻ പറയുന്ന നേട്ടങ്ങൾ, നമ്മുടെ സർക്കാരിന്റെ നേട്ടങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കിട്ടണമെങ്കിൽ അവർ തീർച്ചയായിട്ടും LDF-നെ കൊണ്ടുവരും. അതിപ്പോ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിൽ തുടർഭരണം ഉണ്ടായാൽ മാത്രം ഈ വികസന പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഞാൻ ഇടയ്ക്കും ചേട്ടനോട് ഒരിക്കൽ ചോദിച്ചു എന്താണ് വികസനങ്ങളിൽ ഒന്നോ രണ്ടോ പറയാൻ പറഞ്ഞപ്പോഴും ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാമല്ലോ, എല്ലാ റോഡുകളുടെയും വിങ് റോഡുകൾ ഇപ്പൊ നല്ല റോഡുകളായില്ലേ? ഇവിടെ യാത്ര ക്ലേശം ഉണ്ടോ? യാത്ര ക്ലേശം ഒരു ക്ലേശമില്ല. കേരളം ഇപ്പൊ സമ്പന്നതയിലേക്ക് പോയെന്ന് ഞാൻ പറയില്ല. സമ്പന്നതയിലേക്ക് പോയെന്ന് ഞാൻ പറയില്ല. പക്ഷേ കേരളത്തിൽ സമാധാനമുണ്ട്, സൗഹൃദമുണ്ട്. അടിസ്ഥാനപരമായി ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റേ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ സമാധാനമാണോ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മോളിലൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം അറിയാലോ അല്ലേ? ഒറ്റപ്പെട്ട സംഭവം സംസ്ഥാനത്ത് ഉണ്ടാവട്ടെ. സ്ത്രീ ശാക്തീകരണം നടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും മറ്റുള്ള ഇതുണ്ടല്ലോ, എന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലേ? അല്ലല്ല, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ കൂടുതൽ ആളുകളെ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും സ്വാധീനം. ആദിവാസി മേഖലയിലാകട്ടെ, സ്ത്രീകളുടെ കാര്യത്തിലാകട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകട്ടെ, ആരോഗ്യ രംഗത്താകട്ടെ, ഇതെല്ലാം നമ്മൾ വിട്ടു. എന്തായാലും ഈ PR വർക്ക് മുഖ്യമന്ത്രിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ? PR വർക്ക് എല്ലാവരും ഉള്ളതാണല്ലോ, അത് ഗുണം ചെയ്യണം എന്നാണ്. ചെയ്യും എന്നല്ല, ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ഈ മറുപടികൾക്ക് അല്ലെ, ചേട്ടനുമായിട്ടുള്ള ഈ സംസാരത്തിൽ നമ്മളെല്ലാം മറുപടി പറയണ്ട, സാധാരണക്കാർ ഇനിയുണ്ട്. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പലരും പറയുന്നത് ഇനി ഒരു 5 വർഷം കൂടെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്നവരും ഉണ്ട്. ചേട്ടൻ പറയുന്നത് ഇനി ഒരു തുടർ ഭരണം കൂടെ കൊടുത്താലേ നമുക്ക് വികസനങ്ങൾ ഉണ്ടാവുന്നു. എന്തായാലും ഇനി ഇതൊക്കെ അറിയാനായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ ദിവസം. നമുക്കറിയാം ആരായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അന്ന് കാണാം അല്ലേ ആരാണ് വരുന്നത്. ഒരു കാര്യം, ഈ രാജ്യം UDFന്റെ കയ്യിൽ പോയി കഴിഞ്ഞാലുള്ളതെന്ന് പറഞ്ഞാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നുണ്ട് കാണുന്ന വിധത്തിലുള്ള ഒരു കാര്യം പറയട്ടെ, ഇതിൽ ആരും മെച്ചമല്ല, ആരും മോശമല്ല, ആരും നല്ലതുമല്ല. ഭരണകൂടം എങ്ങനെ നയങ്ങൾ രൂപീകരിക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ നമ്മളെ ആളുകൾ മുമ്പോട്ട് പോകും. ഈ വോട്ടിട്ട് കൊടുക്കുന്ന ഒരാളിനെ അല്ല, പാർട്ടിയുടെ അനുഭാവിയാണ്, വോട്ട് കൊടുക്കുന്ന ഒരാളാണ്. അവരൊക്കെ നമ്മളടുത്ത് എന്തെങ്കിലും, ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും മറുപടി പറയേണ്ടത്? അല്ല, സംശയം ചോദിച്ചപ്പോൾ ഇപ്പോൾ വളരെ സമ്മർദ്ദത്തിലാർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൗമ്യമായ മറുപടി പറയാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. അല്ല, ഇതേ പല ചോദ്യങ്ങളും ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയോടും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ എങ്ങനെയാണ് മറുപടി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ് ഇല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. നയനാർ പറഞ്ഞാൽ അല്പ ഹാസ്യത്തോടു കൂടിയേ പറയും. അതൊക്കെ വലിയ എന്താ നമ്മൾ പറയാൻ പറ്റൂല. അതൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മൾ അവരൊന്നും ഒന്നിനും ഇതിലോട്ട് പറയുന്നില്ല. കാരണം അറിയാം, ചേട്ടനും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ ജനങ്ങളോട് അടുത്തിടപഴകുകയോ അവരോട് പറയുന്ന മറുപടികൾക്കൊരു സൗമ്യത വരുത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചേട്ടൻ ഈ പറയുന്നത് പോലെ ഇനി ഒരു 5 വർഷം കൂടി ലഭിക്കുമായിരിക്കാം. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ഗൗരവ ബുദ്ധി എന്നുള്ളത് മാത്രമല്ല, അത് ഒരാൾക്കല്ല, എല്ലാവർക്കും ഉണ്ട്. ആ ഗൗരവ ബുദ്ധി മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യുന്നു, എന്ത് നടക്കുന്നു, എങ്ങനെ ആളുകൾ ജീവിക്കുന്നു. ഇല്ല, അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ നമ്മൾ പൊതുവേ ഇതായിട്ട് പറയുന്നില്ല. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്ത് പറയാനായിട്ട് ഉറച്ച മനസ്സുള്ളവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില തന്നെ എവിടെയാണ് നമ്മളിപ്പോൾ ജമ്മി മാടമ്പിത്തത്തിൻ്റെ അടിമത്വം ഇല്ല, ഒന്ന് സമുദായത്തിൻ്റെ പേരിലുള്ള അടിമത്വമില്ല, മതത്തിൻ്റെ പേരിലുള്ള വിവേചനമില്ല, പോലീസ് രാജിൻ്റെ പേരിലുള്ള അക്രമമില്ല, പോലീസിന്റെ അക്രമം പോലീസിന്റെ ഭാഗത്തുള്ള ഈ ജനമൈത്രി എന്നുള്ളവരാണ്. ചില ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ എന്നാൽ ഈ കൂടുതൽ നടക്കുന്ന സ്ഥലം ഇവിടെ കൂടെ തട്ടിച്ചു നോക്കിയാൽ നമ്മളിവിടെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട നാട് തന്നെയാണ്. ശരി, അപ്പൊ ഈ ദൈവത്തിന്റെ നാട്ടിലോട്ട് ഇനി ഒരു പുതിയ ഭരണം വരുമോ അല്ലെങ്കിൽ തുടർ ഭരണം വരുമോ എന്ന് നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കാണാം. ഓക്കെ. ഇലക്ഷനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ PR വർക്ക്, അതായത് മോഹൻലാലിനെയൊക്കെ വെച്ച് ഒരുപാട് വർക്ക് അറിയാമല്ലോ, അങ്ങനെ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളതെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് PR വർക്കിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അസാധ്യമായിട്ടുള്ള വികസനമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ മേഖലയിലും, ഒരു മേഖലയല്ല സകല മേഖലയിലും അസാധ്യമായിട്ടുള്ള വികസനം നടത്തിയിട്ടുണ്ട്. ഒരൊറ്റ വികസനം മാത്രം പറഞ്ഞാൽ മതി, PR വർക്കിൻ്റെ ആവശ്യമില്ല. അതാണ് LDF. അല്ല, PR വർക്ക് ഉണ്ടല്ലോ. PR വർക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യം, കുറച്ചുകൂടെ മെച്ചമായിട്ട് കാര്യങ്ങൾ പോകും. അല്ല, ഇന്നലെ തന്നെ ഒരു പാർട്ടിയിലെ തന്നെ പാർട്ടി അനുഭാവിയായ ഒരു ചേട്ടനും അറിഞ്ഞ് കാണും, ചേട്ടൻ്റെ ആ ചിരിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മുടെ പണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒന്നും തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഇതേ പറയുള്ളൂ. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഒരു ധാർഷ്ട്യത്തിൻ്റെ ഇതിലാണ് പലരോടും സംസാരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ധാർഷ്ട്യമുണ്ടെന്ന് പത്രക്കാരോ പൊതുജനങ്ങളോ പറഞ്ഞു വരുത്തുന്നതാണ്. പക്ഷേ നേരിട്ട് ഇടപെട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏത് രീതിയിലുള്ളതാണ്. കാരണം പല രീതികളിലും പല സ്ഥലങ്ങളിലും പലരുമായിട്ടും ബന്ധപ്പെടുന്നത് ഞാൻ പിന്നെ മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം ഓരോ സ്ഥലത്ത് ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇടപെടുന്നു. അല്ല, ഇന്നലെയും നമ്മൾ കണ്ടതാണ്, ആ ആൾ ചോദിച്ചു കിഫ്ബിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കാൻ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതിപ്പം
ഒരു മുഖ്യമന്ത്രിയോട് എന്തിനാ അങ്ങനെ ചോദിക്കേണ്ട കാര്യം? നമുക്ക് മുഖ്യമന്ത്രിയോടല്ലേ ചോദിക്കാൻ പറ്റും, വേറെ ആരോട് ചോദിക്കാൻ പറ്റും? മറ്റുള്ള ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ കൂടെ വരുന്ന PAയോ അങ്ങനെയൊക്കെയുള്ളവരോട് ചോദിച്ച് അല്ല മനസ്സിലാക്കാമല്ലോ. നമുക്ക് ചോദിക്കാം. മുഖ്യമന്ത്രിയോട് തന്നെ ഇത് ചോദിച്ച് മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറയണമെന്ന് എന്തോ നിർബന്ധം എന്തോ? നിർബന്ധം എന്നുള്ളതല്ല, നമുക്ക് ചോദിക്കാമല്ലോ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മളായിട്ട് ഇപ്പം ഞാനൊരു കാര്യം തെരഞ്ഞെടുത്ത്. പറയട്ടെ, എന്നെ പോലെ ഒരാളല്ല മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും അല്ല. അദ്ദേഹത്തിന് ഈ കേരളത്തിലെ ഈ 3.5 ലക്ഷം 3.25 ലക്ഷം ജനങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും ഇടപെടേണ്ട ഒരാളാണ്. അപ്പോൾ പല കാര്യത്തിലും ചിലപ്പം വേറൊരു വിഷയത്തിൽ ഇടപെട്ടിട്ട് വരുമ്പോൾ ഇപ്പം നമുക്കായാലും ആ ഒരു മൈൻഡിൽ വരുമ്പം ചിലപ്പോൾ നമുക്ക് ആ പറയുന്ന മറുപടി ചിലപ്പോൾ ആ ഒരു മൈൻഡിലായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പം ഇദ്ദേഹത്തിനും തോന്നും അയാൾ ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളും തോന്നിപ്പോകില്ലേ എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അങ്ങനെയല്ലേ സംഭവം, സത്യം അങ്ങനല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞു വരുത്തുന്നതല്ല സംഭവം മുഖ്യമന്ത്രി. ഉറപ്പായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതിപ്പോൾ വികസന കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. കോൺഗ്രസ് പറഞ്ഞില്ലേ മുണ്ടക്കൽ ചൂരൽമലയിൽ 230 വീടാണ് പറഞ്ഞത്. എത്ര വീട് വെച്ചു? ആദ്യഘട്ടം കഴിഞ്ഞു, 178 വീട്. ഇനിയും അടുത്തത് ഉടനെ വരും, ഡിസംബറോടുകൂടി. അല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പറയണം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ക്ഷേമ പെൻഷനൊക്കെ നല്ല ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. സ്കൂള്, ആശുപത്രികൾ, ആരോഗ്യമേഖല വലിയ ഇതായിട്ടൊന്നുമില്ല. ആരോഗ്യമേഖല ആരും പറഞ്ഞില്ലെന്ന്. ആലപ്പുഴ, എൻ്റെ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഒന്ന് കാണണം. അവിടെ ഇല്ലാത്ത ഒരു സൗകര്യങ്ങളും ഇല്ല. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ അത് പറഞ്ഞു വരുത്തുന്ന ഒന്നുമല്ല. തിരുവനന്തപുരം ഈ സെക്രട്ടേറിയറ്റും ഭരണ സ്ഥിരാകേന്ദ്രവും നിലനിൽക്കുന്ന ഈ ജില്ലയിൽ ആരോഗ്യമേഖല താറടിക്കുമെന്ന് പറയുന്നത് വെറുതെ പറയുമോ? അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾ ചുമ്മാ പറയുവാണ്. ആരോഗ്യ മേഖലയിൽ പ്രൈവറ്റുകാരെ കൊണ്ടുവരാനുള്ള ഒരു കോൺഗ്രസിന്റെ ശ്രമമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നം അത് തന്നെയാണ്. അല്ല, ഇടയ്ക്ക് നമ്മൾ 1-2 സർജറി കഴിഞ്ഞ് പലരുടെയും വയറ്റിൽ കത്തിരി അതും ഇതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പൊ അതിനെതിരെയൊക്കെ കർശന നടപടികൾ 5 വർഷം മുമ്പ് ഇവരായിരുന്നു ഭരണം. ആയിക്കോട്ടെ, 5 വർഷം മുമ്പുള്ള ഒരു കാര്യം. ഈ ഇലക്ഷൻ സമയത്ത് ഈ 5 വർഷത്തിന് ഇത്രയുടെ സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ പറയാ, ഞാൻ ഇലക്ഷൻ വരുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. കാരണം അവർക്കൊന്നും പറയാനില്ല. കോൺഗ്രസ്സിന് ഇലക്ഷന് ജനങ്ങൾക്ക് എന്ത് ചെയ്തെന്നൊരു വാക്ക് മിണ്ടാനുണ്ടോ? അല്ല, അവര് പ്രതിപക്ഷത്തിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? അവരെന്താണ് പറയുന്നത്? ഒരു ദിവസം എത്ര നോണം പറയും? അങ്ങനെയെങ്കിൽ എല്ലാരും പറയുവാണ്. നോണ പറയാത്ത ആരും ഇല്ല എന്നുള്ളതാണ്. നോണ പറയാത്ത ആരും. കോടതികളിൽ പോയാലും ഈ സർക്കാരിനെതിരെ, എന്നിട്ട് സതീശന് ഏതെങ്കിലും ഒരു കേസിൽ ഒരു വിജയം നേടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, പ്രതിപക്ഷം മൗനിയാണ് നമ്മുടെ പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. ജനങ്ങൾക്കും ഇല്ല പറയാൻ. അപ്പൊ എന്തായാലും അടുത്ത മൂന്നാമത്തെ ഭരണം LDF ഉറപ്പാണ്. LDF വരും. LDF വന്നില്ലെങ്കിൽ ഈ കാണുന്നതൊന്നും പിന്നെ അടുത്ത 5 വർഷത്തിനകം എല്ലാം ഇല്ലാതാവും. ഒന്നീ വിൽക്കും, അതല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റുകാർക്ക് കൊടുക്കും. അതാണ് കോൺഗ്രസിന്റെ നയം. മുഖ്യമന്ത്രിയുടെ ഒരു PR വർക്ക് നടക്കുന്നുണ്ട് ഈ ഇലക്ഷനോടനുബന്ധിച്ച്. മോഹൻലാലിനെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ ചേട്ടായി? അപ്പോൾ അത് എത്രത്തോളം മുഖ്യമന്ത്രിക്ക് സഹായമാകും, അല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ്? എങ്ങനെയാണ് സഹായം ആകുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് സഹായമാകുന്നതെന്ന് പറഞ്ഞു തരാൻ. എങ്ങനെയാണ് സഹായമാകുന്നതെന്ന് പറഞ്ഞു തരാമോ? അല്ല, മോഹൻലാലിനെയൊക്കെ വെച്ച് നമ്മളിപ്പോൾ PR വർക്ക് ചെയ്യുമ്പോൾ എന്താണ് സാധാരണക്കാർക്ക് മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്? EMS, നായനാട് തുടങ്ങിയ പ്രമുഖരായ നേതാക്കളുണ്ട്. EMS നായനാക്കാണ് 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അയാൾ ഡീസൻ്റായിട്ട് വിരിച്ചു. ലാസ്റ്റ് ഇറങ്ങി പോയപ്പോൾ അയാൾ ഇംഗ്ലീഷാണ് പ്രഭാഷണം നടത്തിയത്. കറക്റ്റാണോ? ശരി, അതെ, ഉറപ്പായിട്ടും. ഇയാൾ BA കാരനാണെന്ന് പറഞ്ഞാൽ അല്ലെ MA കാരനല്ല, ഡിഗ്രിയൊക്കെ എടുത്ത ആളാണെന്ന് പറയുന്നത്. ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷ് ഇയാൾ പ്രഭാഷണം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ പട്ടികവർഗത്തിന് വേണ്ടി എത്ര ലക്ഷം രൂപ ഉണ്ടുണ്ട്? 1 രൂപ ചിലവാക്കിയിട്ടുണ്ട്. 1 രൂപ ചിലവാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? എൻ്റെ വീട്ടിലും ഡിഗ്രി എടുത്തിട്ട് വെറുതെ നിൽക്കുന്ന പിള്ളേരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പട്ടികജാതിക്കാരാണ്. പട്ടികജാതിക്കാർക്ക് വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? എന്താണ് ചെയ്തിട്ടുള്ളത്? ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല.
സ്വന്തം കാര്യം കണ്ണിക്കണ്ട പറയുന്നതിൻ്റെയും പുലയൻ്റെയും കുറവൻ്റെയും പറയുന്നതിൻ്റെയും വീട്ടിൽ കിടന്ന് രാഷ്ട്രീയം പഠിച്ചതാണ് ആര് EMS-ഉം ഞാനും കട്ടൻ ചായയും കട്ടൻ വീടും. തീർച്ചയായിട്ടും ആണല്ലോ. അതെ അതെ. കോട്ടാത്തല സുരേന്ദ്രൻ പറഞ്ഞ ഒരു പ്രമുഖനായ നേതാവുണ്ടായിരുന്നു. അയാൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വന്നപ്പോൾ അയാളുടെ മുട്ടിന് മുട്ടുപാതം ഉണ്ടായിരുന്നു. അവസാനം അയാൾക്ക് കഷ്ടപ്പെട്ട് മരിച്ചുപോയി. അയാളുടെ ഭാര്യ ജീവിച്ചത് എങ്ങനെയാണ്? മെറ്റലിടിച്ചാണ്. അതേസമയം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ എങ്ങനെയാണ് ജീവിക്കുന്നത്? മകളെങ്ങനെയാണ് ജീവിക്കുന്നത്? ഒരു തൊഴിലും ചെയ്ത് മകളെങ്ങനെ ജീവിക്കുന്നു? കോടിക്കണക്കിന്. ഞാൻ 12 വയസ്സ് തൊട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. മനസ്സിലായല്ലേ? ഇതുവരെ എനിക്ക് 10,000 രൂപ ഉണ്ടാക്കാൻ സാധിച്ചു. ഒന്നിച്ചുണ്ടാക്കാൻ സാധിച്ചു. ഇയാൾക്ക് 1 രൂപ പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ കുടുംബത്തിൽ ഇയാളെ ഒരു കാല് പിടിച്ചൊടിഞ്ഞ മനുഷ്യൻ, അയാളെ പേരിന് ഓർമ്മയില്ല. അയാളുടെ അച്ഛൻ്റെ സഹായത്തോടെയാണ് ഇയാൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലേ? എന്നിട്ട് അതിനെതിരായിട്ട് അയാളുടെ മോൻ്റെ കാല് ഇയാൾ അനുസരിച്ച് നോക്കുകയാണ്. എന്താണ് പ്രയോജനം? ഇയാൾ വീണ്ടും അധികാരത്തിൽ വന്ന് നേരത്തെയുള്ള ഖജനാവിലെ കടമെന്തായിരുന്നു? ഇപ്പോഴത്തെ കടമെന്താണ്? എന്ന് പറഞ്ഞതാ. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലുമല്ല, ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ജനങ്ങളിൽ പലരും പറയുന്നുണ്ട് മുഖ്യമന്ത്രി വീണ്ടും ഒരു 3ാമതും കൂടെ ഭരണം വരട്ടെ എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായം ഞങ്ങൾ ചോദിക്കുന്നത്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വച്ഛാധിപതി ഹിറ്റ്ലറാണ് തന്നെയാണ്. സീരിയസ്, ഉറപ്പായിട്ടും. അത് ഇന്നലെയും പലരും പറഞ്ഞായിരുന്നു ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയനിൽ. ഇപ്പോൾ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വച്ഛാധിപതി ആരാണെന്ന് പറഞ്ഞാ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. തന്നല്ലോ. അതെ. അപ്പോൾ അയാൾ വീണ്ടും അധികാരത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തുകൊണ്ട്? നേരത്തെ കണ്ണിക്കണ്ട പറയുന്നതിൻ്റെയും കിടന്ന് രാഷ്ട്രീയം വളർത്തി അതിൽ തന്തയ്ക്ക് പറഞ്ഞ ഒരു തന്നെയുള്ളൂ. ആരെന്നറിയോ? MM ഗോവിന്ദൻ. അയാളെ ഒരു കുറവാ സമുദായത്തിലെ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി അവളെ വിദ്യാഭ്യാസം ചെയ്തു, പഠിപ്പിച്ചു. അവളെ തന്നെ ഇവിടെ അയാളെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഇയാൾ ആരെ ചെയ്തു? ആർക്ക് കൊടുത്തു? ഒരു കാര്യം ചോദിച്ചോട്ടെ, KR ഗൗരി അറിയാമല്ലോ. അറിയാം, ഗൗരിയമ്മ. ഇവിടെ സവർണ മേധാവിത്വത്തിലും മുസ്ലിം സമുദായത്തിലും മറ്റ് ജാതി പറയുന്നില്ല, മറ്റാൾക്കാരുടെ ഇവർക്കും ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു. 16 വയസ്സിന് പ്രായപൂർത്തിയായ മെൻസസ് ആയതിനു ശേഷം പ്രായപൂർത്തിയായ ആ ടൈമിലാണ് ഇവർ രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. തന്നെയല്ലേ? ആ KR ഗൗരിയുടെ നില എന്തായിരുന്നു? KR ഗൗരിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ ആരാ അനുവദിക്കാതിരുന്നത്? അന്നത്തെ പ്രമുഖരായ നേതാക്കൾ. നേരെ ഓർമ്മയില്ല. ഇതൊക്കെ ജനങ്ങൾ അറിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ അടുത്ത് ഇത്തരം ചോദ്യം ചോദിക്കുന്നത്. കാരണം നിങ്ങൾക്കാണ് പറയാൻ അവകാശവും അധികാരമുള്ളത്. കാരണം നിങ്ങളാണ് വോട്ടേഴ്സ്. എന്നെ ഇപ്പോൾ ജയിലിൽ കയറ്റും. എന്നെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ട്. ഇങ്ങോട്ട് ഈ പ്രൊമോഷൻ ചെയ്തതിന് എന്നെ വേണമെങ്കിൽ ജയിലിൽ കയറ്റും. അതാണ് ഇവിടുത്തെ ശുദ്ധ തെമ്മാടിത്തം. ഇവിടെ ഏതെങ്കിലും ഒരു പൗരാവകാശമുണ്ടോ കേരളത്തിൽ? ഈ 10 വർഷത്തിനിടയ്ക്ക് ഈ 10 വർഷത്തിനിടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു പൗരന് കേരളത്തിൽ പൗരാവകാശമുണ്ടോ? പ്രത്യേകിച്ച് പട്ടികവർഗക്കാരന്. അവൻ തലപ്പത്തുള്ള 1-2 നേതാക്കന്മാരെ പോക്കറ്റ് വെച്ച് അവന്മാർക്ക് കാറും കൊടുത്ത് മറ്റു സുഖസൗകര്യം കൊടുത്ത് പട്ടികജാതിയിലെ 2 പേര്, ഒന്ന് ഉന്നര ശ്രീകുമാർ, ഒന്നൊരു രാമോദ്രൻ. അവന്മാർക്ക് 2 പൈസയും കൊടുത്തിട്ട് അവൻ അവരുടെ പോക്കറ്റിട്ടുണ്ട്. അവരാണ് പറയാറുന്നത്. മനസ്സിലായില്ലേ? അല്ല, സാധാരണക്കാരുടെ അഭിപ്രായം അറിയണം. അവർക്ക് അറിയാന്നുള്ളത്. ഇപ്പൊ ചേട്ടൻ പറയുന്നത് പലരിലും അറിയണം. കാരണം പലരും പറയുന്നുണ്ട് 3ാം ഭരണം വന്നാലേ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളതാണ്. പട്ടികജാതിക്കാർക്ക് സ്കൂൾ അനുവദിക്കുന്നു, മറ്റേ അനുവദിക്കുന്നു. എത്ര LLB-ക്കാരുണ്ട് പട്ടികജാതിക്കാർക്ക്? ഒന്നുണ്ട്. എത്ര സ്കൂളുണ്ട് പട്ടികജാതിക്കാരന്? പട്ടികജാതി പുനരുദ്ധരിക്കുന്നു പറയുന്നത്. എത്ര സ്കൂളുണ്ട് പട്ടികജാതിക്കാരന്? എത്ര കോളേജുണ്ട് പട്ടികജാതിക്കാരന്? ഉണ്ടോ? എത്ര കളയുണ്ട്? എത്ര കളുണ്ട്? പറഞ്ഞതാ. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ഇതൊന്നും പറഞ്ഞു തരുമോ? ചേട്ടൻ ഞങ്ങൾ ഇപ്പൊ ചേട്ടൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഒരിക്കലുമല്ല, ഞങ്ങൾ ആർക്ക് വേണ്ടിയുമല്ല സംസാരിക്കുന്നത്. കാരണം ആർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എല്ലാം ചെയ്യുന്നു എന്നുള്ളത്. 10 കോടി രൂപ ചിലവാക്കിയിട്ട് ഈ ട്രാൻസ്പോർട്ട് റോഡെല്ലാം നന്നായിരിക്കുന്നു, പട്ടിണിയില്ല, ദാരിദ്ര്യമുക്ത കേരളം.
എവിടെയാണ് ദാരിദ്ര്യം? ഇതും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളം ദാരിദ്ര്യമുക്തമാണ്, അതിദാരിദ്ര്യമുക്തമാണ്, കേരളത്തിൽ ദരിദ്രരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ എത്രയോ പേരെ കാണുന്നു ഭിക്ഷാടനം നടത്തുന്ന, അപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിലുള്ളവരല്ല എന്നാണ് പാർട്ടിയിലെ അനുഭാവികളായ ആൾക്കാർ പറയുന്നത്. അവർ പറയുന്നത് അത് വെറുതെയാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാറിന് കാര്യം ചെയ്യും, ഈ ഇട റോഡിൽ കൂടെ നടന്നു നോക്കണം. ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഇത് 12 എൻ്റെ ഇത് കണക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 20 വർഷത്തിന് മുമ്പ് ടാർ ചെയ്തതാണ് ഇവിടുന്ന് വെള്ളയമ്പലം വരെ. ആ റോഡ് ഇന്നും കുഴപ്പമായിട്ടായിട്ടില്ല. അത് പെരുമഴയത്ത് ടാർ ചെയ്തിട്ടുള്ളത്. അതേസമയം ബാക്കിയുള്ള റോഡൊക്കെ നോക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുഴപ്പമുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ രീതിയിലല്ല ചെയ്യുന്നത്. ചെയ്തതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു ഉദ്ദേശം ഞാനത് കറക്റ്റ് കണ്ടതാണ് പറഞ്ഞു. രാത്രി കണ്ടിട്ടുണ്ട്. പെരുമഴ ചെയ്തതാണ് ഈ റോഡിൽ നിന്ന് വെള്ളയമ്പലം വരെ. ആ റോഡിൽ എവിടെയെങ്കിലും ഒരു പോളലുണ്ടോ? നടന്നു വന്ന് നോക്കി ശ്രദ്ധിക്കാൻ മതി. അപ്പോൾ ഇപ്പോഴത്തെ റോഡ് ഇന്ന് അറിയാതെ നാളെ കുഴിയാണ്. അതെ, ടാറിങ് പണി നടന്നു പോയി കഴിഞ്ഞാൽ അടുത്ത ഉടനെ കുഴിക്കലാണ് പണി. അല്ല, ഇതെല്ലാം അറിയാം. പക്ഷേ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ പിണറായി എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ PR വർക്ക് വലിയ രീതിയിൽ നടക്കുകയാണ് ഇലക്ഷനോടനുബന്ധിച്ച്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിൻ്റെ സ്പന്ദന അറിയാവുന്നതിന് വേണം മറ്റു സാധനം അറിഞ്ഞിരുന്നത്. വേണോ വേണ്ടേ? അതെ, തീർച്ചയായിട്ടും. പാർട്ടിയല്ലേ വലുത്? അല്ല, പാർട്ടിക്കാർക്ക് ജയിക്കാൻ വേണ്ടി അവർ വണ്ടിപ്പുറം വരാൻ തിന്നാൻ വേണ്ടി ഇരിക്കുക. അതായത് സ്പന്ദനം അറിയാമെങ്കിൽ അവന് അവകാശപ്പെടാം, ഇല്ലെങ്കിൽ അവന് തിരിച്ച് നമുക്ക് അടച്ചിനെ തോന്നിച്ചു വിടാം, അല്ലേ? ഇപ്പം വേറൊരു ജില്ലയെ കൊണ്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പാർട്ടി ജയിക്കും. ഇവിടുത്തെ ജനങ്ങളോ ആ മണ്ഡലത്തിലെ ജനങ്ങളിങ്ങനെ ആരെടുത്ത് പറയും, ഈ MLA കാണാൻ MLA അല്ല മന്ത്രിയെ കാണാൻ അവനെ കാണാൻ പോകും, വണ്ടിക്കൂലിയും കൊടുത്തു പോകണം. ആണോ? അതൊരു വിരോധാഭാസമാണോ? അതെ, തീർച്ചയായിട്ടും. പിന്നെ ഈ ഏത് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റിലും മാർക്സിലും ഒരുത്തനെ മാത്രം മന്ത്രിയാക്കാനും MLA ആക്കാനും MP ആക്കാനൊക്കെ ശ്രമിക്കുന്നു. ആ പാർട്ടിയിൽ വേറെ ആൾക്കാരില്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ്. അത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. ഈ 3 പാർട്ടിയും കൊടുക്കുന്നുണ്ടോ? ഇല്ല, ആരുമില്ല. ഇവരെ മാത്രമല്ല, ഒരു പാർട്ടിക്കാരും. നമ്മൾ ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആർക്ക് എല്ലാവർക്കും ഇരുന്നവർ തന്നെ വീണ്ടും വീണ്ടും ആവുകയാണ്. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ സംസാരിച്ചിട്ട് കാര്യമില്ല. പ്രതിപക്ഷം ശക്തമല്ലല്ലോ. നമ്മുടെ പ്രതിപക്ഷം ഇന്നും അടി തീർന്നിട്ടില്ല. അടി തീർന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ വാക്കൗട്ട് ചെയ്യും. എന്തിനാ വാക്കൗട്ട് ചെയ്യുന്നത്? അവിടെ എന്തിനാ വാക്കൗട്ട് ചെയ്യുന്നത്? കഴിവുകേടല്ലേ? കഴിവുകേടാണോ? തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് ആ പ്രശ്നം പരിഹരിച്ച് അന്ന് തീർന്നു, അതോടെ ആ പ്രശ്നം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ നിയമസഭ നടക്കണ്ട, നിയമസഭ നടക്കണ്ട, വിറ്റ നടക്കുമല്ലോ. വിറ്റന് ഇതാണ് അവസ്ഥ മാറുക. അപ്പം ജനത്തിന് മനസ്സിലാവുമല്ലോ. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഇത് കമ്മീഷൻ മാറ്റിട്ടാണ് 3 പാർട്ടി നിൽക്കുന്നത്. ഇതിൽ നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. 3 പേരും ഒന്നിനൊന്ന് ആരെയും നമ്മൾ മേളിലോട്ടും പറയുന്നില്ല, ആരെയും താഴ്ത്തി കെട്ടുന്നുമില്ല. എല്ലാവരും കണക്ക് തന്നെയാണ്. ഞാനൊരു കൊച്ചു മനുഷ്യനാണ്. എൻ്റെ കണക്കൂട്ടനുസരിച്ച് കലപുത്രിക്ക് നിയന്ത്രിക്കുന്നെങ്കിൽ താഴെ ഈ ശർക്കരയോട് തീറ്റ പറ്റുമല്ലോ. അപ്പോൾ ഈ വിജയൻ ശർക്കര എന്ന് വെച്ചുകൊള്ളുക, അവിടെ പോയി പറ്റി പിടിക്കും, അതിൻ്റെ ആസ്വാദനം വാങ്ങിക്കും. കറക്റ്റാണോ? കറക്റ്റാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടികൾ ഒരു കൊള്ള നടന്നിട്ട്, ശബരിമല കൊള്ള നടന്നിട്ട് അത് വിഷയങ്ങളെല്ലാം ഇപ്പം അങ്ങ് സാധാരണഗതിയിലായല്ലോ. അതിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആർക്കുമില്ല. സാറാണ് ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കൂ. ജയിലിൽ നിന്ന് വെളിക്കൊട്ടിറങ്ങാൻ പറ്റുമോ? ഇപ്പോൾ 3 പേർക്ക് ജാമ്യം കൊടുത്തു, 3 പേർക്ക് ജാമ്യം. എന്ത് ജാമ്യം കൊടുത്തത്? കോടതി കയറിയപ്പോൾ ജയിലിലാക്കുമ്പോഴേ ജഡ്ജിമാരെ ആവശ്യത്തിൽ കിട്ടുമല്ലോ. ജഡ്ജിമാരെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലെങ്കിൽ ഇത് 90 ദിവസം വരെ കുറ്റപത്രം സമ്മതിക്കാത്തതാണ്. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് സാധാരണ ബുദ്ധിക്ക് ചിന്തിക്കാന്നുള്ള കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളത് ഭരണാധികാരി വേണോ? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ചേട്ടാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളും അറിയട്ടെ എന്നുള്ളതാണ്. പലർക്കും പല കാര്യങ്ങളും അറിയാമായിരിക്കും, പക്ഷെ അവരറിയുന്ന ആ ഒരു ഭാവം കാണിക്കുന്നില്ല. പേടിക്കുന്നത് അറിയാം. ഞാൻ ഇവിടെ ജയിലിലാക്കും. എൻ്റെ വീട്ടിൽ EMS വന്നിട്ടുണ്ട്. കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ പൊടി കെട്ടിയിട്ടാണ് എന്നോട് കാവന്മാർ കാണിച്ചത് എനിക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അവന് വോട്ട് ചെയ്യൂ ഇല്ല. അതാണ് ഞാൻ സർവീസിൽ കയറിയപ്പോൾ സർവീസിൽ അവനെ അങ്ങോട്ട് പങ്കെടുക്കും.
സഹിച്ചു. അപ്പൊ എന്തായാലും ഇനി അടുത്ത ഒരു ഭരണം നമുക്ക് വേറൊരാളിനെ മാറി കാണാം എന്നുള്ളതാണ് അല്ലേ? ബാക്കിയുള്ളവർക്ക് നിബന്ധന ബാധകമല്ല. വിജയൻ 86 വയസ്സ് ബാധകം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വയസ്സ് ബാധകമല്ല, വയസ്സ് ബാധകമല്ല, വർഷം ബാധകമല്ല. വർഷം ബാധകമല്ല. അതെ. പിന്നെ ഇവിടെ പെണ്ണ് കേസ് പരസ്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് 5000 പ്രണയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗണേശകുമാർ അല്ലേ? അവനെ വീണ്ടും പിടിച്ച് മന്ത്രിയാക്കുമെന്ന് പറഞ്ഞാൽ സരിത അടുത്ത് പോലും മറ്റേ മുഖ്യമന്ത്രി വോട്ടിലായിരുന്നു. വോട്ടുണ്ടോ? അയാൾ കേട്ട പാട് റിസൈൻ ചെയ്തു അല്ലേ? അതിനെ കൊണ്ട് എന്തുകൊണ്ട് റിസൈൻ ചെയ്യിക്കുന്നില്ല? എന്തുകൊണ്ട് റിസൈൻ ചെയ്യിക്കുന്നില്ല? ഇവിടെ കമ്മ്യൂണിസ്റ്റാണ്, ഇവിടെ സ്വച്ഛാധിപത്യം. ഇതിനൊരു മാറ്റം വരട്ടെ എന്നുള്ളതാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ. ഈ നിർബന്ധമായിട്ട് മാധ്യമപ്രവർത്തകരുണ്ട്. അതാത് മണ്ഡലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആൾക്കാർ ഏത് പാർട്ടിയായാലും അതെ അതെ അവരെ തന്നെ നിർത്തണം. തീർച്ചയായും അതിന്റെ സ്പന്ദനം അറിയാവുന്നവര്, അതിനെക്കുറിച്ച്, ആ നാടിനെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാൾ നിൽക്കുക. അതെ. അതുപോലെ ഒരുത്തിന് MLA ആയി കഴിഞ്ഞാൽ മന്ത്രിയാകാം. അവൻ MP-ലോട്ട് പോവുകയാണെങ്കിൽ അവന് വീണ്ടും സീറ്റ് കൊടുക്കരുത്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? 3 പെൻഷൻ വാങ്ങിക്കും. MLA പെൻഷൻ വാങ്ങിക്കും, മന്ത്രിയുടെ പെൻഷൻ വാങ്ങിക്കും, MP പെൻഷൻ. സാധാരണക്കാരനെ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണോ കമ്മ്യൂണിസം? വർഗശത്രുക്കളെ കൊണ്ട് വർഗീയ ശത്രുക്കളെ ഉണ്ടാക്കി രാജ്യത്തെ അരാജകത്വക്കാർക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് മാർക്സിസ്റ്റിൻ്റെ തിയറി. കറക്റ്റാണോ? തീർച്ചയായിട്ടും. ആണോ? അതല്ലേ വിജയം പ്രവർത്തിക്കുന്നത്? സോറി, വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. അതെ അതെ.